ഇപ്പോൾ നടൻ മുകേഷ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അഷിൻ ഡിയാഗോ ഉണ്ട്. അഷിൻ ഡിയാഗോ, നടൻ മുകേഷ് ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? അദ്ദേഹത്തിൻ്റെ രാജിക്ക് വേണ്ടിയുള്ള പ്രതിഷേധം ശക്തമാകുന്ന നിലയിലാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹത്തിന് സുരക്ഷയൊക്കെ ശക്തമാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇന്നലെ മുതൽ നമ്മൾ അന്വേഷിക്കുന്നതാണ് മുകേഷ് എവിടെ എന്നുള്ള ചോദ്യം. ആ ചോദ്യത്തിന് നമ്മൾ ഇന്നലെ കണ്ടെത്തിയ മറുപടി തിരുവനന്തപുരത്തെ വീട്ടിൽ, തലസ്ഥാനത്തെ വീട്ടിൽ തന്നെയുണ്ട് എന്നുള്ളതായിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും അദ്ദേഹം പുറത്തിറങ്ങിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹം വീട്ടിൽ, അതായത് ഇവിടെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. തൻ്റെ കറുത്ത BMW കാർ ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുകേഷ് തലസ്ഥാനത്തെ വീട്ടിൽ ഉണ്ട് എന്നുള്ളൊരു നിഗമനത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹം പുറത്തിറങ്ങിയിരുന്നില്ല. ഇപ്പോൾ അദ്ദേഹം പുറത്തിറങ്ങിയിരിക്കുന്നു. അത് എവിടേക്കാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ന് മുകേഷിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു ദിനമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഈ ഒരു പരാതി, ഈ അദ്ദേഹത്തിന് എതിരെ ഉയർന്നു വന്ന പരാതിയിൽ അത് കേസെടുത്തിരിക്കുന്നു. കേസെടുത്ത് അറസ്റ്റിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങാവുന്ന ഒരു സാഹചര്യം. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിന് ഈ ഒരു അറസ്റ്റ് തടഞ്ഞുള്ള ആശ്വാസകരമായ വാർത്തയുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടി എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിലവിൽ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ഉള്ള ഒരു തീരുമാനത്തിലാണ് ഇന്നലെ അവൈലബിൾ ഈ സെക്രട്ടേറിയറ്റ് ചേർന്നപ്പോൾ എടുത്തായിരുന്ന തീരുമാനം. പക്ഷേ അത് ഇന്ന് അതിനിർണായകമായ ഒരു യോഗത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. CPI അടക്കം അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെട്ട് രംഗത്തെത്തുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മേൽ രാജി സമ്മർദ്ദം അത് വർദ്ധിക്കുകയാണ്. പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധം അദ്ദേഹത്തിനേക്ക് അടുപ്പിക്കുന്നുമുണ്ട്. ഇന്നലെ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് വരെ പ്രതിഷേധം നീളുന്ന ഒരു സാഹചര്യം എത്തിയിരുന്നു. യൂത്ത് കോൺഗ്രസ് അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്, അതായത് മാധവം എന്ന കുമാരപുരത്തെ അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിലേക്ക് പ്രതിഷേധം എത്തി. മാത്രമല്ല യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ക്ലിഫ് ഹൗസിലേക്കും പ്രതിഷേധം നടന്നു. അദ്ദേഹത്തിൻ്റെ കൊല്ലത്തെ ഓഫീസിന് മുന്നിലും പ്രതിഷേധങ്ങൾ അരങ്ങേറി. ഇന്നും ശക്തമായ പ്രതിഷേധം അരങ്ങേറാനുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ സുരക്ഷ ഇന്നലെ മുതൽ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ഇന്നും അത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഈ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി പോകുന്നത്. എവിടേക്കാണ് എന്നുള്ളതാണ് ചോദ്യം. ഇന്നലെ മുതലൊന്നും അദ്ദേഹം വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹം വീട്ടിൽ നിന്നും പുറത്തിറങ്ങി അദ്ദേഹം തൻ്റെ കറുത്ത BMW കാറിൽ പോയിരിക്കുകയാണ്. പക്ഷേ പ്രതികരിച്ചിട്ടില്ല, ഇന്നും പ്രതികരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ AKG സെന്ററിൽ അദ്ദേഹം കൂടുതൽ സമയം ചിലവഴിച്ചിരുന്നു. പാർട്ടി സെക്രട്ടറിയെ കണ്ടിരുന്നു. അദ്ദേഹം എടുത്തിരുന്ന നിലപാട് എന്നുള്ളത് പാർട്ടി തന്നോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല, രാജിവെക്കുന്നില്ല എന്ന് തന്നെയായിരിക്കും. സ്വാഭാവികമായും പാർട്ടി ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ രാജി ആവശ്യപ്പെടാറില്ല. അത് പാർട്ടി തീരുമാനിക്കട്ടെ എന്ന നിലപാടാണ് കോൺഗ്രസും എടുത്തിട്ടുള്ളത്, CPM എടുത്തിട്ടുള്ളത്. ഇപ്പോൾ മുകേഷ് വീട്ടിൽ നിന്നും, കുമാരപുരത്തെ വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട്. പോലീസിൻ്റെ സംരക്ഷണയിലാണ് മുകേഷ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. നമ്മൾ തത്സമയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കണ്ടത്. അങ്ങനെ മുകേഷ് വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിയിരിക്കുന്നു. മാധ്യമങ്ങൾ ഇന്ന് കാണുമോ എന്ന് നമുക്ക് നിശ്ചയമില്ല. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് വീണ്ടും മടങ്ങി വരാവുന്നതാണ്. പ്രേക്ഷകർ മനസ്സിലാക്കുന്നത് പോലെ ആ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ കനത്ത മഴയുണ്ട് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. അപ്പോൾ രാവിലെ തന്നെ മഴ എല്ലായിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നു. അതിലെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് നടൻ മുകേഷ് എങ്ങോട്ട് പോകും എന്നുള്ളതാണ്. ഇന്നത്തെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ വീണ്ടും മുകേഷ് എത്താനുള്ള സാധ്യതയുണ്ടോ, അതല്ല പാർട്ടി ഈ ചലച്ചിത്ര നയ രൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷ് ഒഴിയാൻ ആവശ്യപ്പെട്ടു എന്നാണ് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. പക്ഷേ ഇനിയും തീരുമാനമായിട്ടില്ല. ഇന്നലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി നമ്മളോട് പറഞ്ഞത് അദ്ദേഹം ഒരു കരട് മാത്രം രൂപീകരിക്കുന്ന കമ്മിറ്റിയാണ്. യഥാർത്ഥത്തിൽ ചലച്ചിത്ര നയം രൂപീകരിക്കുന്നത് ഈ കമ്മിറ്റിയല്ല. അതങ്ങനെ തന്നെയാണ്. അഷിൻ ഡിയാഗോ, അദ്ദേഹം ഇപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞുവെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കറുത്ത BMW കാർ കാണാനില്ല അല്ലേ? അരുൺ, അദ്ദേഹം വീണ്ടും നമ്മുടെ ക്യാമറ കണ്ണുകളെ വെട്ടിച്ച് പോയി എന്നുള്ളതാണ്. കാരണം അദ്ദേഹം അതിവേഗത്തിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതും. അദ്ദേഹത്തിൻ്റെ കറുത്ത BMW കാറിൽ അദ്ദേഹം അതിവേഗത്തിൽ വീട്ടിൽ നിന്നും ഇറങ്ങുന്നു. ഒരു വണ്ടി പോലീസ് ജീപ്പ് മാത്രം അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോകുന്നു. ഇപ്പോൾ പോലീസ് ജീപ്പ് മറ്റൊരു ദിശയിലേക്കും അദ്ദേഹത്തിൻ്റെ വാഹനം കറുത്ത BMW മറ്റൊരു ദിശയിലേക്കുമാണ് പോയിട്ടുള്ളത്. ഈ ഇടയ്ക്ക് ഈ കുമാരപുരം ജംഗ്ഷൻ വരെ നമ്മൾ അദ്ദേഹത്തിൻ്റെ പുറകിലുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നിന്നും അദ്ദേഹം എങ്ങോട്ടാണ് പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇന്നത്തെ വാർത്താദിനത്തിലും നിറഞ്ഞു നിൽക്കുന്നത് മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധവും മുകേഷിന്റെ രാജിയുടെ കാര്യത്തിൽ പാർട്ടി എടുക്കുന്ന നിലപാടും ഇന്നത്തെ വാർത്താദിനത്തിൽ നിറഞ്ഞു നിൽക്കുക തന്നെ ചെയ്യും. കോൺഗ്രസ്